എന്തായാലും വലിയ ഒരു ശൂന്യത. നമ്മൾ കേരളത്തിന്റെ തെരുവുകളിൽ, ഗ്രാമങ്ങളിൽ മുസ്ലിം ലീഗിന് വേണ്ടി സംസാരിക്കുമ്പോൾ, രാജ്യത്ത് ഫാഷിസത്തിനെതിരെ സംസാരിക്കുമ്പോൾ, നമ്മൾ വലിയ വർത്തമാനങ്ങൾ പറയുമ്പോൾ ഒരു കരുത്തുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി നിതാന്ത്ര ജാഗ്രതയോടുകൂടെ അഹമ്മദ് സാഹിബ് അടക്കമുള്ള ഞങ്ങളുടെ നേതാക്കന്മാർ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ഫാഷിസത്തെ നോക്കി ഉറക്കെ ചിലത് പറയുന്നുണ്ട് എന്ന ഒരു വലിയ ആഗ്രഹം, വലിയ ഒരു സമാധാനമുണ്ടായിരുന്നു. അഹമ്മദ് സാഹിബിനെ ഓർമ്മിക്കുമ്പോ എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ യൂത്ത് ലീഗ് പ്രവർത്തകരോട് പറയാനുള്ളത്, അഹമ്മദ് സാഹിബ് ചിലത് പറഞ്ഞിട്ടാണ് പോയത്. അഹമ്മദ് സാഹിബ് മരിച്ചു വീണത് കർമ്മഭൂമിയിലാണ്. കർമ്മഭൂമിയിൽ മരിച്ചു വീഴുന്നത് രക്തസാക്ഷിത്വത്തിന് തുല്യമാണ്. കൊടിഞ്ഞിയിലെ ഫൈസലിനെ പോലെ, നമ്മുടെ പ്രിയപ്പെട്ട അസ്ലമിനെ പോലെ, നമ്മുടെ പ്രിയപ്പെട്ട ചില സഹപ്രവർത്തകരെ പോലെ, നസറുദ്ദീനെ പോലെ രാത്രിയിൽ പതിയിരുന്ന് ശത്രുവിന്റെ വാൾമുനയിൽ നിന്ന് വെട്ടേറ്റ് ചോരയൊലിച്ച് മരിക്കുന്നത് മാത്രമല്ല രക്തസാക്ഷിയാണ്. യുദ്ധഭൂമിയിൽ ശത്രുവിനോട് പോരടിച്ച് നെഞ്ചത്ത് കടാരിയിറങ്ങി മരിക്കുന്നത് മാത്രമല്ല രക്തസാക്ഷിയാണ്. കർമ്മഭൂമിയിലെ മരണം അത് രക്തസാക്ഷിത്വത്തിന് തുല്യമാണ്. അതൊരു രക്തസാക്ഷ്യമാണ്. തന്റെ ജീവിതായുസ് മുഴുവൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി, രാജ്യത്തെ സമുദായത്തിന് വേണ്ടി, രാജ്യത്തെ മനുഷ്യന് വേണ്ടി വായിച്ചു. നമ്മളൊക്കെ എല്ലാ ജുമാ ദിവസവും കഴിഞ്ഞാൽ ഡൽഹിയിലെ തെരുവുകളിലെ 1000-ഓളം വരുന്ന കുട്ടികൾ ആരാണ് തരുന്നത് എന്നറിയാതെ ബിരിയാണി കഴിച്ചിരുന്നത് അഹമ്മദ് സാഹിബിന്റെ സ്നേഹമായിരുന്നു എന്ന് നമ്മൾ വായിക്കുമ്പോ, താൻ എത്ര ഉയരത്തിൽ പറക്കുമ്പോഴും ഒരു ജുമ കഴിയുമ്പോ തന്റെ ആ കർമ്മപദത്തിൽ ഇരിക്കുന്ന കുഷ്ഠരോഗികളും യാചകരുമൊക്കെ നല്ല ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ വലിയ മനുഷ്യൻ അഹമ്മദ് സാഹിബ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ മുസ്ലിം യൂത്ത് ലീഗുകാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, അഹമ്മദ് സാഹിബ് ചിലത് അടയാളപ്പെടുത്തിയിട്ടാണ് പോയത്, ചിലത് പറഞ്ഞിട്ടാണ് പോയത്. ഞാൻ ഇന്ത്യ മഹാരാജ്യത്തു നിന്ന് പിരിഞ്ഞു പോകുമ്പോ, ഞാൻ എന്റെ കർമ്മഭൂമിയിൽ നിന്ന് രക്തസാക്ഷിയാവുമ്പോ എനിക്ക് കിട്ടിയത് എന്താണ് എന്ന് ചോദിച്ചാൽ, രാജ്യത്ത്, ലോകത്ത് ഇന്ന് നരേന്ദ്രമോദി ലക്ഷക്കണക്കിന് രൂപയുടെ കോട്ടിട്ട് ലോകം ചുറ്റി സഞ്ചരിച്ചു ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറയുമ്പോ, അതിന്റെ മുൻപേ നടന്ന് രാജ്യത്തിന്റെ യശസ്സുയർത്തിയ ഞാൻ, ലോകത്തിന് മുൻപിൽ ഈ രാജ്യത്തിന്റെ യശസ്സുയർത്തിയ ഞാൻ പോലും മരിക്കുമ്പോ എനിക്ക് കിട്ടിയ സമ്മാനം എന്താണ് എന്ന് ചോദിച്ചാൽ, അത് ഫാസിസം രാജ്യത്തെ സമുദായത്തോട് പറയുന്നതാണ്. അത് ഫാസിസം ജനാധിപത്യ ഇന്ത്യയോട് പറയുന്നതാണ്. നിങ്ങൾ എന്റെ വിചാരധാരയുടെ, നിങ്ങൾ രാജ്യത്ത് ഫാസിസം നിർമ്മിച്ച, ഫാസിസ്റ്റ് ശക്തികൾ നിർമ്മിച്ച വിചാരധാരയുടെ വിചാരത്തിന് അപ്പുറത്താണ് ജീവിക്കുന്നത് എങ്കിൽ, ഞങ്ങൾ ഉയർത്തുന്ന കാവ്യരാജ്യത്തിന് അപ്പുറത്താണ് ജീവിക്കുന്നത് എങ്കിൽ, ജനാധിപത്യ ഇന്ത്യയുടെ തെരുവുകളിൽ നിന്ന് ഗാന്ധി പോലും അപ്രത്യക്ഷമാവുന്ന കാലത്ത് നിങ്ങൾ എത്ര വലിയവനായാലും, രാജ്യത്തിന് എന്ത് സമ്മാനം നൽകിയവനായാലും, നിങ്ങൾ ഫാസിസത്തിന് കുഴലൂതുന്നവനല്ല എങ്കിൽ നിങ്ങൾ ഈ രാജ്യത്ത് അഹമ്മദിനെ പോലെ, അഹമ്മദ് സാഹിബിനെ പോലെ അനീതിയുടെ കാരണക്കാരാവാൻ വേണ്ടി പോവുകയാണ് എന്ന ഒരു മുന്നറിയിപ്പ് തന്ന് അഹമ്മദ് സാഹിബ് കടന്നു പോകുമ്പോ, സമ്മേളന നഗരിയിലെ വലിയ ഫ്ലക്സ് ബോർഡുകൾക്കപ്പുറത്തേക്ക്, അനുസ്മരണങ്ങളിലെ വലിയ വർത്തമാനങ്ങൾക്കപ്പുറത്തേക്ക് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇന്ത്യ മഹാരാജ്യത്തിന്റെ തെരുവുകൾ ജനാധിപത്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി നിങ്ങൾ നിലകൊള്ളുക എന്ന് ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടാണ് അഹമ്മദ് സാഹിബ് കടന്നുപോയത്. അങ്ങനെയാണ് മജീദ് സാഹിബ് ഇവിടെ പറഞ്ഞു, അങ്ങനെയാണ് രാജ്യത്തിന്റെ വർത്തമാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അവിടെയാണ് മുസ്ലിം ലീഗ് അനിവാര്യമാകുന്നത്, അവിടെയാണ് മുസ്ലിം ലീഗ് പ്രസക്തമാവുന്നത്, അവിടെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും യൂത്ത് ലീഗും ഒക്കെ ചില വലിയ ഒരുപാട് കാലം എന്താണ് ലീഗ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നവരുടെ മുൻപിൽ ലീഗാണ് ശരി, ലീഗ് പറഞ്ഞതായിരുന്നു ശരി, ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു ശരി എന്ന ഒരു ശരിയുടെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് മുൻപോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നമുക്കറിയാം, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, ദേശീയ രാഷ്ട്രീയമൊക്കെ മജീദ് സാഹിബ് പറഞ്ഞു. എനിക്ക് ശേഷം നിങ്ങൾ കാത്തിരിക്കുന്ന പ്രാസംഗികന്മാർ ഇവിടെയുണ്ട്. കേരളത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, മുസ്ലിം യൂത്ത് ലീഗ് വലിയ സമരങ്ങളും പോരാട്ടങ്ങളുമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം
പല ആളുകളും മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ, യൂത്ത് ലീഗിന്റെ പ്രവർത്തകരോട് പല ആളുകളും പലപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു, നിങ്ങൾ എന്താണ് ഇങ്ങനെ, നിങ്ങൾ എന്താണ് ജിന്ദാബാദ് വിളിക്കാത്തത്? പല വർഗീയ പാർട്ടികളും പല തീവ്രവാദ പാർട്ടികളും നമ്മളോട് ചോദിച്ചുകൊണ്ടേയിരുന്നു, എന്തേ ലീഗ് അവകാശങ്ങളെ കുറിച്ച് ചോദിക്കാത്തത്? പക്ഷേ ലീഗ് വെറുതെ പോസ്റ്റർ ഒട്ടിക്കുന്ന പാർട്ടിയല്ല, യൂത്ത് ലീഗ് വെറുതെ പോസ്റ്റർ ഒട്ടിക്കുന്ന പാർട്ടിയല്ല, യൂത്ത് ലീഗ് വെറുതെ വൈകാരികമായ ഇടങ്ങൾ തീർക്കുന്ന ഒരു സംഘമല്ല. പക്ഷെ ചിലത് ചോദിക്കാൻ, ചിലത് പറയാൻ, ചില ഇടങ്ങളിൽ ചില മുന്നേറ്റങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കോഴിക്കോട്ടെ കലക്ടറേറ്റിൽ നിന്ന് കഴിഞ്ഞ ദിവസം 22.5 ലക്ഷത്തിന്റെ ചെക്കുമായി അസ്ലമിന്റെ ഉമ്മ മടങ്ങിപ്പോയത് എന്ന് അഭിമാനത്തോടുകൂടെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. നമ്മുടെ പ്രിയപ്പെട്ട അസ്ലം കമ്മ്യൂണിസ്റ്റ് ഫാസിസ്റ്റുകളുടെ രാജ്യത്ത് CPI-കാരൻ പറഞ്ഞ മുണ്ടുടുത്ത മോദി എന്ന് CPI-കാരൻ കേരളത്തിൽ വിളിച്ചു പറഞ്ഞ പിണറായി വിജയൻ കേരളത്തിന്റെ അധികാരത്തിലേക്ക് എത്തിയപ്പോ ഒളിപ്പിച്ചു വെച്ച കഠാരയുമായി കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾ കേരളത്തിന്റെ തെരുവിലിറങ്ങിയപ്പോ ഷിബിൻ എന്ന് പറയാൻ മടിയില്ല മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർക്ക്. കല്യാണ വീട്ടിൽ വിളിക്കാത്ത കല്യാണ വീട്ടിൽ പോയി ബിരിയാണി ചെമ്പിൽ മൂത്രമൊഴിച്ചു വെക്കുന്ന തെമ്മാടിയായ ഷിബിൻ എന്ന് പറയുന്ന ഒരു DYFI-കാരന്റെ മരണത്തിന്റെ പേരിൽ പ്രിയപ്പെട്ട അസ്ലമിനെ 58 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയിട്ട് 67 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയിട്ട് കേരളത്തിന്റെ തെരുവുകളിൽ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾ ബോംബും വാളുമായി നൃത്തമാടിയപ്പോ നമ്മുടെ അസ്ലമിന്റെ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടു. പലരും ചോദിച്ചു, നിങ്ങൾ എന്താണ് അസ്ലമിന്റെ കുടുംബത്തിന് നിങ്ങൾ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുത്തത്? കാത്തിരിക്കുകയാണ് ലീഗിന്റെ സ്വഭാവം. വെറുതെ പോസ്റ്റർ ഒട്ടിക്കുകയല്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരനും സുഡാപ്പിക്കാരനും ഒക്കെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വെറുതെ പോസ്റ്റർ ഒട്ടിച്ച് നാട്ടിൽ വൈകാരികമായ ഇടങ്ങൾ തീർക്കുന്നവരല്ല. പക്ഷേ ചോദിക്കേണ്ട സമയത്ത് ചോദിച്ചിട്ട് വാങ്ങിയിട്ട് പോരുന്ന ആൺകുട്ടികളുടെ പാർട്ടിയാണ് മുസ്ലിം യൂത്ത് ലീഗ് എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം നടന്നത്. പോയി PK ഫിറോസ് സാഹിബിന്റെ നേതൃത്വത്തിൽ, നജീബ് കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ അസ്ലമിന്റെ ഉമ്മയുടെ കൈപിടിച്ച് ഞങ്ങൾ കേരളത്തിലെ കോഴിക്കോട്ടെ കലക്ടറേറ്റിന് മുൻപിൽ ചെന്നു നിന്നിട്ട് ഞങ്ങളുടെ പണം വേണം, ഞങ്ങളുടെ അസ്ലമിന് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു പോരുമ്പോ പ്രിയപ്പെട്ട ഫൈസൽ, കൊടിഞ്ഞിയിലെ ഫൈസൽ പരീക്ഷണമായിരുന്നു. RSSന്റെ, സംഘപരിവാരത്തിന്റെ, കമ്മ്യൂണിസ്റ്റ് പട്ടിക ജമാഅത്തിന്റെ നിഷേധിക്കാൻ സാധിക്കില്ല. പിണറായി വിജയന് നിഷേധിക്കാൻ സാധിക്കില്ല. കോടിയേരി ബാലകൃഷ്ണൻ നമ്പ്യാർക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. RSSന്റെ സംഘപരിവാരത്തിന്റെ പ്രവർത്തകർക്ക്. മലപ്പുറം എന്ന് പറയുന്ന രാജ്യത്തെ മുസ്ലിങ്ങളുടെ തലസ്ഥാനമാണ് മലപ്പുറം എന്ന് ഞങ്ങൾ പറഞ്ഞാൽ, മുസ്ലിങ്ങളുടെ അഭിമാനത്തിന്റെ ഇടം തീർക്കുന്ന പാണക്കാട്ട തറവാട് നിലനിൽക്കുന്ന ഇടമാണ് മലപ്പുറം എന്ന് പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ അക്ബറിനെതിരെ കേസെടുക്കുമ്പോ, ഇവിടെ മദ്രസകളിലേക്ക് പോലീസുകാരൻ വരുമ്പോ ആർത്തട്ടകസിച്ചു കേരളത്തിന്റെ തെരുവിൽ പ്രതിരോധത്തിന്റെ മുദ്രാവാക്യം മുഴക്കാൻ നമ്മൾ ഉറക്കുനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതിവിടെ സാധിക്കോ? അത് മംഗലാപുരത്ത് സാധിക്കില്ല, അത് കർണാടകയിൽ സാധിക്കില്ല, അത് ആന്ധ്രയിൽ സാധിക്കില്ല, അത് രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്ത് സാധിക്കില്ല. അങ്ങനെ പറ്റില്ല എന്ന് പറയാൻ എവിടെയും സാധിക്കില്ല. എങ്കിൽ അത് കേരളത്തിൽ സാധിക്കുന്നത് ഈ പച്ച പതാക ഈ സമുദായത്തിന് വിരിച്ചു കൊടുത്ത തണലാണ് എന്ന് അഭിമാനത്തോടുകൂടെ പറഞ്ഞ് നമ്മൾ മുൻപോട്ട് പോകുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഫൈസൽ, മലപ്പുറത്തും ഒരു കാശ്മീരാകണം, മലപ്പുറം ഒരു കാശ്മീരാകണം, മലപ്പുറത്തെ മാപ്പിളമാർ തീവ്രവാദത്തിന്റെ ഇടങ്ങളാണ് ഇവിടെ എന്ന് പറയണം. അതിന് മലപ്പുറത്ത് ഫൈസൽ എന്ന് പറയുന്ന ഇസ്ലാം മതം വിശ്വാസിച്ച ഷഹാദത്തിന്റെ ഉടമസ്ഥനായ ഫൈസലിന്റെ ജീവനെടുത്ത് RSS ഒരു ഗൂഢാലോചന നടത്തിയപ്പോ CPM എന്താ ചെയ്തത്? CPM-ന്റെ പോലീസിനോട്, പിണറായി വിജയന്റെ പോലീസിനോട് വലിയ തള്ളിയ സഖാക്കന്മാരുണ്ട്, നാരികത്ത് സ്വലാത്ത് ചൊല്ലിയവരുണ്ട്, CPM-നെ ജയിപ്പിക്കാൻ വേണ്ടി ലീഗിന്റെ കളത്തിൽ കയറി ചവിട്ടിയവരുണ്ട്. പക്ഷെ CPM ചെയ്തത് പോലീസ് ക്രിയാത്മകമായി ഇടപെട്ടോ? കൊടിഞ്ഞിയില് പോലീസ് ക്രിയാത്മകമായി ഇടപെട്ടില്ല എന്ന് മാത്രമല്ല, പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കാൻ പോലും തയ്യാറാവാതെ CPM 3-4 തവണ മലപ്പുറത്തെ കൊടിഞ്ഞിയുടെ പ്രദേശങ്ങളിൽ പൊതുയോഗം വെച്ച് ലീഗ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് വൈകാരിക ഇടങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയപ്പോ വേറെ ചില ആളുകൾ ചോദിച്ചത്, നിങ്ങൾ എന്തിനാണ് ബൈത്തുറഹ്മ കൊടുത്തത് എന്ന ആ അന്തംഗമികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, എനിക്കൊന്നും മനസ്സിലാവില്ല, നിന്റെയൊന്നും തലയിലൊന്നുമില്ല. ബൈത്തുറഹ്മ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്, ഒരു നാടിന്റെ പ്രതീക്ഷയാണ്. മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് മുസ്ലിം ലീഗ് ജീവിച്ചിരിക്കുന്ന, മുസ്ലിം ലീഗിന്റെ അവസാനത്തെ പ്രവർത്തകനും ജീവിച്ചിരിക്കുന്ന, എവിടെ നിന്നെങ്കിലും ഇസ്ലാമിലേക്ക് വന്നതിന്റെ പേരിൽ ഷഹാദത്ത്
കലിമ ചൊല്ലിയതിന്റെ പേരിൽ ഒരു തണൽ ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടാൽ മുസ്ലിം ലീഗിന്റെ അവസാനത്തെ പ്രവർത്തകനും ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, സ്പർശത്തിന്റെ കുടനേത് ഞങ്ങൾ പിടിച്ചു കൊടുക്കും. അതാണ് ബൈത്തുർ റഹ്മാൻ. രണ്ടാമത് പറഞ്ഞു ചില ആൾക്കാർ, ലീഗ് എന്താ ഒന്നും ചെയ്യാത്തത്, ലീഗ് എന്താ തിരിച്ചു കൊല്ലാത്തത്? അഭിമാനത്തോടുകൂടെ പറയുന്നു മുസ്ലിം ലീഗ് കാണിച്ചു കൊടുത്ത ഒരു സംസ്കാരമാണ് ഇന്ന് ഫൈസലിന്റെ കൊലപാതകത്തിലെ അവസാനത്തെ പ്രതിയെയും പിടിച്ചുകൊണ്ടുപോകുമ്പോ മലപ്പുറത്ത് പെൺകുട്ടികളും സ്ത്രീകളും പിന്നെ പ്രായമായവരുമൊക്കെ അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ അവിടെ റോഡ് ഉപരോധിച്ച് ഞങ്ങൾ കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസിനെ കൊണ്ട് തീരുമാനമെടുപ്പിക്കുമ്പോ ലീഗ് അങ്ങനെയാണ്. ലീഗ് പറയേണ്ടടുത്ത് പറയുകയും ചോദിക്കേണ്ടടുത്ത് ചോദിക്കുകയും ചുമ്മാ പോസ്റ്റർ ഒട്ടിച്ച് ആളവടിയാക്കി അങ്ങനെ ഇങ്ങനെ പറയുന്നതിലും അപ്പുറത്ത് ലീഗ് ചോദ്യം എഴുതുമ്പോ അതിന്റെ ഉത്തരം ഇപ്പുറത്ത് കാണും. അങ്ങനെ ഉത്തരം കണ്ടിട്ട് മാത്രം ചോദ്യം എഴുതുന്ന ആൺകുട്ടികളായി ഞങ്ങൾ ഈ കേരളത്തിലുണ്ടാവും. പിണറായി വിജയന്റെ പോലീസ് വിചാരിക്കണ്ട, RSSകാരൻ വിചാരിക്കണ്ട, രാധാകൃഷ്ണൻ വിചാരിക്കണ്ട, ഇവിടുത്തെ സംഘപരിവാരത്തിന്റെ പ്രവർത്തകർ വിചാരിക്കണ്ട. ലീഗ് എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഉണ്ടാക്കി വെച്ച സ്വാതന്ത്ര്യത്തിന്റെ, സ്നേഹത്തിന്റെ, ഈ പാരസ്പര്യതയുടെ രാഷ്ട്രീയത്തെ തകർത്തു കളയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതാണ് മലപ്പുറത്ത് കണ്ടത്. കണ്ണൂരാണെങ്കിലോ കണ്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ? കണ്ണൂരിൽ കേരളത്തിലെ മുഴുവൻ പള്ളിക്കൂടങ്ങളിലെയും കുട്ടികൾ അവരുടെ സർഗാത്മകതയും പേറി കണ്ണൂരിന്റെ മണ്ണിൽ വന്നപ്പോ അവിടെ പൊട്ടിക്കരയാണ് കണ്ണൂരിലെ കുട്ടികൾ. കേരളത്തിലെ മലപ്പുറത്തു നിന്ന് വട്ടപ്പാട്ട് പാടാൻ, വയനാട്ടിൽ നിന്ന് നാടോടി നൃത്തം നടത്താൻ, അങ്ങനെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും വരുന്ന ഒരു തലമുറയെ നയിക്കേണ്ട സർഗാത്മകതയും പേറി കേരളത്തിലെ കുട്ടികൾ ഏഷ്യയിലെ ഏറ്റവും വലിയ കലോത്സവമായ സ്കൂൾ കലോത്സവത്തിന് കണ്ണൂരിൽ വന്നപ്പോ എന്താ അവര് കണ്ടത്? കമ്മ്യൂണിസ്റ്റുകാരനും RSSകാരനും ആ കലോത്സവ വേദിക്ക് മുൻപിൽ ബോംബെറിയുകയും ബോംബിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു സംഭവമാണ് കണ്ണൂരിൽ നടക്കുന്നത് എങ്കിൽ അങ്ങനെയൊന്ന് മലപ്പുറത്ത് ഫൈസൽ മരിച്ചപ്പോൾ ഇല്ലാതിരുന്നത് ഈ പാണക്കാട്ടെ കൊടപ്പനക്കൽ തറവാട്ടിലെ സ്നേഹ സാന്നിധ്യം കൊണ്ടാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ നിഷേധിക്കാൻ വേണ്ടി സാധിക്കില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിതാന്ത ജാഗ്രതയുടെ പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഭരണമുള്ളപ്പോഴല്ല, ഭരണമില്ലാത്തപ്പോഴാണ് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനവുമായി, മുദ്രാവാക്യവുമായി, ചുരുട്ടിയ മുഷ്ടിയുമായി, വിരിച്ച നെഞ്ചുമായി കേരളത്തിന്റെ തെരുവിലിറങ്ങേണ്ടത്. സ്നേഹത്തിന്റെ, പാരസ്പര്യത്തിന്റെ. നമ്മൾ ഇത് പറയുമ്പോ എല്ലാവരും ഇവിടെ തീവ്രവാദികളല്ല, എല്ലാവരും RSSകാരല്ല. ഇവിടെ പരസ്പരം കൊണ്ടും കൊടുത്തും കണ്ടും സ്നേഹിച്ചും മുൻപോട്ട് പോയ കേരളം ഇവിടെ നിലനിൽക്കണം. ഈ പതാക നമുക്ക് കൈമാറണം. കേരളത്തിന്റെ സ്നേഹവും സ്വാതന്ത്ര്യവും ഒക്കെ ഇവിടെ നിലനിൽക്കണം. അങ്ങനെ തീവ്രവാദത്തിനെതിരെ, കമ്മ്യൂണിസ്റ്റ് തീവ്രവാദത്തിനെതിരെ, മനുഷ്യത്വരഹിതമായ ഭരണകൂടത്തിനെതിരെ രാജ്യത്തെ ജനാധിപത്യ ശക്തികളെ, രാജ്യത്തെ മനുഷ്യ സ്നേഹികളെ, രാജ്യത്തെ സ്നേഹനിധികളായ ആളുകളെ കൂട്ടിപ്പിടിച്ച് അവരുടെ തോളിൽ കൈവച്ചു ശത്രുവിനെ ശത്രുവായി കൃത്യമായി തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകാൻ ആർജവത്തിന്റെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അഭിമാനകരമായ അസ്തിത്വവുമായി ഈ പച്ച പതാക വരാനിരിക്കുന്ന ഒരു തലമുറക്ക് കൈമാറി, ഇതാ ഞാൻ നിങ്ങൾക്ക് സമാധാനത്തിന്റെ, ഞാൻ നിങ്ങൾക്ക് നേരിന്റെ, ഞാൻ നിങ്ങൾക്ക് ശാന്തിയുടെ, ഞാൻ നിങ്ങൾക്ക് ഭരണസിരാ കേന്ദ്രങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ മണ്ണിൽ സംഘപരിവാരവും കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളുമൊക്കെ ഈ സമുദായത്തിന്റെ മേൽ ഇടുത്തിയായി വീണപ്പോഴും കേരളത്തിൽ ഈ പതാകയുടെ കീഴിൽ ഞങ്ങൾ സുരക്ഷിതരായിരുന്നു എന്ന് വരുന്ന തലമുറയോട് പറഞ്ഞുകൊടുക്കാനുള്ള അനന്തരമെടുപ്പിന്റെ, കൈമാറ്റത്തിന്റെ ഈ അഹമ്മദ് സാഹിബിന്റെ വേടവ് നികുത്താൻ വേണ്ടി സാധിക്കില്ല. ഈ അഹമ്മദ് സാഹിബിനെ പോലെ ഒന്ന് എനിക്കൊരിക്കലും നമുക്ക് സ്വപ്നം കാണാൻ വേണ്ടി സാധിക്കില്ല. ലോകചരിത്രത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഒരു പുസ്തകത്തിന് പകരം മറ്റൊരു പുസ്തകം ഉണ്ടായിട്ടില്ല. ഒരു എഴുത്തിന് പകരം മറ്റൊരു എഴുത്തുണ്ടായിട്ടില്ല. ഒരു ശബ്ദത്തിന് പകരം മറ്റൊരു ശബ്ദം ഉണ്ടായിട്ടില്ല. പകരം വെക്കുക ഈ അഹമ്മദ് സാഹിബിന് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ ഈ അഹമ്മദ് സാഹിബ് നയിച്ചതുപോലെ നമ്മെ നയിക്കാൻ ഇനിയും അല്ലാഹു നമ്മുടെ ഇടയിൽ നിന്ന് നേതൃത്വങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ, ആർജവത്തോടുകൂടെ മുൻപോട്ട് പോകാൻ ഈ പതാക ആരുടെ കയ്യിലും പിച്ചു ചിന്താൻ കൊടുക്കാതെ ഈ മുദ്രാവാക്യം വിളിയുമായി കേരളത്തിന്റെ തെരുവുകളിൽ, രാജ്യത്തിന്റെ തെരുവുകളിൽ അഭിമാനത്തോടുകൂടെ മുൻപോട്ട് പോവുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനത്തിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.